ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു. എക്സാമൊക്കെ ആയതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇടാണ്. അപ്പോൾ ഈ വീഡിയോ കസ്റ്റമേഴ്സിന് മെറ്റീരിയൽ എടുക്കാൻ പോകുന്ന വീഡിയോ ആണ്. പിന്നെ എനിക്കൊരു കൊളാബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് പ്രൊഡക്ട്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹെയർ ആക്സസറീസ് ആയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോയും കൂടി എടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഹാളിൽ തന്നെയാണ്. അവിടെ ഈ ഒരു കർട്ടൻ സെറ്റാക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണാം. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. എന്നിട്ട് ചേച്ചിയെല്ലാം എടുത്ത് തിരിച്ച് വെക്കുമായിരുന്നു. കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഹെയർ ആക്സസറീസ് ഒക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് സാധാരണ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ടൗണിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ചേച്ചിയും ഞാനും കൂടിയാണ് പോകുന്നത്. പിന്നെ അച്ഛയ്ക്ക് ഇന്ന് ലീവ് ആയതുകൊണ്ട് അച്ഛയും വീട്ടിലുണ്ടായിരുന്നു. അച്ഛൻ ടൗണിൽ പോയിട്ട് വന്നിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടല്ല ഞാൻ പോകുന്നത്. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇട്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. ഇത് ഞാൻ കുറേ മുന്നേ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സായിരുന്നു. അപ്പോൾ ഇത് കുറേ ആയിട്ടിട്ട് അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇട്ടിട്ട് ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോസ് ഇടുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ്. ഉച്ച കഴിഞ്ഞു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പോകുന്ന സമയത്ത്. പിന്നെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ തന്നെയുള്ള റോഡാണ്. ഇവിടെ അധികം വണ്ടിയൊന്നും വരാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. മെയിൻ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കില്ല. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് ടൗണ്. വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് പോകേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ സ്കൂട്ടിയിലാണ് പോകുന്നത്. ഷോപ്പിലെത്തിയിട്ട് മെറ്റീരിയലൊക്കെ നോക്കുന്നുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് കുറേ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും എടുത്തില്ല. ക്രിസ്മസിനാണെങ്കിലും സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ എക്സാമൊക്കെ ആയതുകൊണ്ട് എന്തായാലും സമയം കിട്ടത്തില്ല. അപ്പോൾ ഞാനിത് ചെയ്യുന്നില്ല. പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലായിരുന്നു നോക്കുന്നത്. 2-3 പേർക്ക് എടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ആ ഷോപ്പിലെ റെഡിമെയ്ഡ് സെക്ഷനിലേക്ക് ഞങ്ങൾ ഇതുവരെയും പോയിട്ടില്ല. 2nd ഫ്ലോറിലായിരുന്നു. അപ്പം ഒരു കസ്റ്റമറിന് സാരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചൊരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി മേളിലേക്ക് പോയി. ആദ്യമായിട്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. അപ്പം അവിടെ കുറേ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളതൊക്കെ നോക്കി ജസ്റ്റ് എടുത്ത് നോക്കുന്നുണ്ട്. തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മോഡലുകളൊക്കെയാണ് നോക്കുന്നത്. അപ്പം നല്ലതൊക്കെ നോക്കി ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചു. പിന്നെ അതിൻ്റെ പ്രൈസും ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ നോക്കുമായിരുന്നു. ഞങ്ങൾ ഷോപ്പിലേക്ക് പോയ സമയത്ത് അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയാണ് നോക്കുന്നത്. തിരിച്ചല്ലേ ബാക്ക് വശം അത്. എങ്ങനെ ഉടുപ്പണിക്ക് തയ്ച്ചാൽ. അയ്യോ, സാരി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉദ്ദേശിച്ച പോലത്തെ സാരി ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് എടുത്തില്ല. ഞങ്ങൾ താഴേക്ക് പോയിട്ട് ബാക്കിയുള്ളവർക്ക് മെറ്റീരിയൽ എടുത്തിട്ട് ഇറങ്ങുവാണ്. പിന്നെ അവിടെ കിടന്ന ലെഹങ്കയൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. ചുമ്മാ എത്ര റേറ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടി ചുമ്മാ നോക്കുകയാണ്. മറച്ചിടല്ലോ. പിന്നെ ഞങ്ങൾ നേരെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. മെറ്റീരിയൽ എടുത്തതിൻ്റെ നൂലും പിന്നെ സിബും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി പോവാണ്. പിന്നെ വീട്ടിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അമ്മ ബസ്സിനാണ് വരുന്നത്. ഞാനും ചേച്ചിയും കൂടെ സ്കൂട്ടിക്ക് പോവാണ്. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.